എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അതിന് കാരണം എൻ്റെ വീട് ഈരാറ്റുപേട്ടയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ഉരുളൊക്കെ പൊട്ടി ഈരാറ്റുപേട്ടയിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വലിയ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈരാറ്റുപേട്ടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. തന്നെയുമല്ല വീടുകൾ, കടകൾ, അങ്ങനെ ഏതാണ്ട് പൂർണ്ണമായും നശിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഒരു ദുരന്തം ഉണ്ടായാലും അവിടേക്ക് ഓടി എത്തുന്ന കുറേ സന്നദ്ധ സംഘടനയിലെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനകൾ ഒരു 3-4 ഇവിടെ ഉണ്ട് ഈരാറ്റുപേട്ടയിൽ. പിന്നെ ഇവിടെ വലിയ പിരിവുകളൊക്കെ കേരളത്തിൽ ഏത് ദുരന്തം നടന്നാലും ഈരാറ്റുപേട്ടയിൽ വലിയ പിരിവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ തുകകൾ സംഭരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ഒരു രീതി പിന്തുടരുന്ന ഒരു ഇതാണ് ഞങ്ങളുടെ ഈ നാട്ടിലുള്ളത്. അവിടെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പൊക്കെ പലപ്പോഴും ഉരുളുകളൊക്കെ പൊട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വാർത്തകൾ ചെയ്യാൻ പറ്റാതിരുന്നത്. തന്നെയുമല്ല, എൻ്റെ കുടുംബത്തിൽ അന്നേ ദിവസം തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും കുടുംബാംഗങ്ങളിൽ ചിലർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെ അങ്ങനെ നടന്നതുകൊണ്ടാണ് പിന്നെ എനിക്ക് ന്യൂസൊന്നും ചെയ്യാൻ പറ്റാത്തതും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നത്. അങ്ങനെ ടോട്ടലി ഒരു പ്രശ്നത്തിലായിരുന്നു. എന്തായാലും നമ്മൾ വീണ്ടും കാണുകയാണ്. നിങ്ങൾ മുന്നിൽ ഞാൻ ന്യൂസുമായി എത്തുകയാണ്. അങ്ങനെ കേരളത്തിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഇത്രയധികം ദുരന്തങ്ങൾ നടക്കുമ്പോഴും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലും യുദ്ധത്തിലും വലിയ കോമഡികളാണ് നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു തുല്യതയെങ്കിലും അവകാശപ്പെടാൻ വേണ്ടി അമേരിക്കൻ ആയുധകലവറയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആയുധങ്ങളും തൂത്തുവാരിയെടുത്ത് വന്നിട്ട് ട്രംപ് ഇറാനെ ആക്രമിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല, ഇറാന്റെ അതിരൂക്ഷമായ പ്രത്യാക്രമണത്തിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മുഴുവൻ ആസ്തികളും സൈനിക കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർന്ന് അവസാനം ജോർദാനിലേക്ക് കയ്യും വീശി ഓടുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇറാൻ ഞങ്ങളോട് ഒരു കരാറിനായി പിന്നാലെ നടക്കുകയാണ്. കരാർ നാളെയോ മറ്റന്നാളോ ഉണ്ടാകും എന്ന് ട്രംപ് ഒരു ആഗ്രഹം പോലെ അല്ലെങ്കിൽ ഒരു കൊതി പോലെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. യുദ്ധയാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങൾ ട്രംപിൻ്റെ ഈ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അയാൾ യാതൊരുവിധ ലെവലുമില്ലാതെയാണ് നിരന്തരം ഇങ്ങനെ അമേരിക്ക ജയിച്ചു എന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇറാന്റെ പ്രതിരോധം അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അവർക്ക് വലിയ നഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് ഇറാൻ വരുത്തി വെച്ചിട്ടുള്ളത്. ശരിക്കും അമേരിക്ക യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് തെറ്റൊന്നുമില്ല. അത്ര വലിയ പരാജയമാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ വാർത്ത ചെയ്യാതിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെയും നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അടിച്ചു പുറത്താക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അതെല്ലാം മറിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനെ അമേരിക്ക യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ആവത് അമേരിക്കയ്ക്ക് ഏതാണ്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ബോധ്യമായിട്ടുണ്ട്. പക്ഷേ സമ്മതിക്കാത്തത് ട്രംപ് മാത്രമാണ്. ഈ ട്രംപ് കഴിഞ്ഞ ദിവസം അവരുടെ ഡിഫൻസ് സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെത്തുമായിട്ട് വലിയ വഴക്കുണ്ടാവുകയൊക്കെ ചെയ്തു. അമേരിക്കയിലെ ആയുധ കലവറകൾ ശൂന്യമായത് സംബന്ധിച്ചാണ് അവർ തമ്മിൽ തർക്കമുണ്ടായതും വഴക്കുണ്ടായതുമൊക്കെ. അതൊന്നും കാര്യമായ വാർത്തകളായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറം സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്ന് ബോധ്യപ്പെട്ടതോടെ കിട്ടിയ അവസരം ഉപയോഗിച്ച് സൗദിയെ തന്ത്രപരമായി കബളിപ്പിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങിയ 2 രാജ്യങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും. ഇനി തലമുണ്ട അടിച്ചു പൊളിച്ചാൽ എൻ്റെ മൂക്കിടിച്ച് നോക്കുക, അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് വമ്പ് പറയുന്ന ഒരാളാണ് തുർക്കിയുടെ പ്രസിഡന്റായ ഉർദുഗാൻ. ട്രംപിനെ സംബന്ധിച്ച് അയാൾ ഇറാനെ തിരിച്ചടിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഉർദുഗാന് അതിനുപോലും കഴിവില്ലാത്ത ഒരാളാണ്. തുർക്കിയുടെ വീരത്വം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലാതെ തുർക്കി യൂറോപ്യൻ യൂണിയന്റെ അതല്ലെങ്കിൽ നാറ്റോയുടെ തലവനാകാൻ ശ്രമിക്കുക എന്നൊക്കെ അടിച്ചിറക്കുന്നതല്ലാതെ തുർക്കിയെ സംബന്ധിച്ച് തുർക്കി കാര്യമായ ഒരു യുദ്ധം ആരുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അതിനുള്ള കഴിവ് അവർക്കില്ല. ആയുധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും നേരിട്ടൊരു യുദ്ധം ചെയ്യാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഇസ്രായേലിൽ അടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉർദുഗാൻ വലിയ തള്ളൊക്കെ തള്ളിയതാണ്. അത് ഇസ്രായേൽ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ലോകശ്രദ്ധ അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമായിട്ട് വേണം കരുതാൻ. ഇതൊക്കെ അറബ് രാജ്യങ്ങളെ പർച്ചേസ് ചെയ്യാനുള്ള ഉർദുഗാന്റെ ഒരു നമ്പറായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ തുർക്കിയിലെ അദാനയിലെ ഇൻജർലിക് എയർബേസിന് നേരെ ഇറാൻ പലതവണ ആക്രമണം നടത്തിയതാണ്. എന്നാൽ ഈ ആക്രമണങ്ങളൊക്കെ അവിടുത്തെ
അമേരിക്കൻ സൈനികർ ഉൾപ്പെടുന്ന വിദേശ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു എന്ന് പറഞ്ഞ് ഇറാനെ തിരിച്ചടിക്കുന്നതിൽ നിന്നും മാറുന്ന പാർട്ടിയാണ് ഈ ഉർദുഗാൻ എന്നോർക്കണം. എന്നാലിപ്പോൾ അണ്ണാനും മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെയാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള കൂട്ടുകെട്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ അറിയാതെ രഹസ്യമായി തുർക്കി പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. അന്ന് തൊട്ട് ഇവർ തമ്മിൽ വലിയ കൂട്ടുകെട്ടാണ്. 3-4 ദിവസം കൊണ്ടാണ് ആ യുദ്ധമൊക്കെ അവസാനിച്ചത് എന്ന് നമ്മൾക്കറിയാം. എന്നാൽ ഞങ്ങളെ പേടിച്ചാണ് യുദ്ധം നിർത്തിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സൗദിയിലും ഈ ഖത്തറിലുമൊക്കെ കറങ്ങി നടന്ന പാകിസ്ഥാൻ അത് കാണിച്ചുകൊണ്ട് സൗദിയുമായി ഒരു സഹകരണ പ്രതിരോധ കരാറൊക്കെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ $5 ബില്യണിലധികം പാകിസ്ഥാൻ സൗദിയിൽ നിന്നും അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇതിനു മുമ്പ് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പാകിസ്ഥാൻ ഇങ്ങനെ സൗദിയിൽ നിന്ന് കാശടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് കിളിപോയ തുർക്കിയുടെ പ്രസിഡന്റായ ഉർദുഗാൻ ഈ സൗദിയിൽ നിന്നും അവർക്കും കുറച്ച് കാശടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പുതിയ ടെക്നിക്കാണ് നാറ്റോ മാതൃകയിൽ മിഡിൽ ഈസ്റ്റിൽ സൗദിയുമൊക്കെ ആയിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഒരു മിനി നാറ്റോ ഉണ്ടാക്കുക എന്നൊരു തന്ത്രം. ഇത് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിട്ട് വേണം കരുതാൻ. സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഈ 2 ഉഡായിപ്പുകളും ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് നാറ്റോ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. സൗദിയുമായി 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. ആ കരാർ പ്രകാരം സൗദിയെ ആരെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിലിടപെടും എന്നൊക്കെയാണ് അന്ന് വലിയ വീമ്പ് അടിച്ചിരുന്നത്. അതിനുശേഷം സൗദിയെ ഇറാൻ എടുത്തിട്ട് അലക്കുന്നത് പാകിസ്ഥാൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് ആ സമയത്ത് പുള്ളി ഒത്തുതീർപ്പിന് വേണ്ടി നടക്കുകയാണ്. പ്രതിരോധ കരാറെന്ന് പറഞ്ഞ് കാശ് മേടിച്ചുകൊണ്ട് പോയ ആള് സൗദി അടിക്കുന്ന കണ്ടിട്ട് കൈയും കെട്ടി മാറി നിന്നിട്ട് ഒത്തുതീർപ്പിന് നടക്കുക. കാരണം ഇറാനെ ഇവന്മാർക്കെല്ലാം പേടിയാണ്. അതിന് അന്ന് ഇവന്മാർ പറഞ്ഞ ന്യായം, ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഈ സൈസ് ഇടപാടല്ല, അത് വേറൊരു തരം പ്രതിരോധ കരാറാണെന്നൊക്കെയാണ്. അത് എന്ത് തരം കരാറാണെന്നുള്ള വിവരം ആർക്കും അറിയില്ല. പക്ഷേ സൗദിക്ക് മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗദി ഇപ്പോൾ എല്ലാവരെയും വിശ്വസിക്കുകയാണ്. കാരണം സൗദിക്ക് 4 സൈഡിൽ നിന്നും അടി കിട്ടുന്നതുകൊണ്ട് സൗദി ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും, കാശും കൊടുക്കും. അവർക്ക് നിക്കക്കളിയില്ല. സ്വന്തം രാജ്യത്ത് ഇറാൻ ആക്രമണം നടത്തിയിട്ടും തിരിച്ചടിക്കാൻ ധൈര്യമില്ലാത്ത ഉർദുഗാനും ഉഡായിപ്പിന്റെ ജന്മസ്ഥലമായ പാകിസ്ഥാനും കൂടി സൗദിയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മക്കയിൽ വെച്ചാണ് പുതിയ നാറ്റോ കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ വല്ലാത്ത ഒരു പരിഹാസ്യമായിരിക്കുകയാണ്. ഇവന്മാരെങ്ങനെയാണ് സൗദിയെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും ചോദിക്കുന്നത്. സൗദി ഇറാൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇവർ രണ്ടുപേരും ഇടപെടുമോ എന്ന ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. അമേരിക്ക പോലും ഇറാന്റെ ആയുധ ശക്തിക്ക് മുന്നിൽ തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഈ സമയത്താണ് ഇവന്മാർ രണ്ടുപേരും കൂടി സൗദി അറേബ്യയെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതല്ല, സൗദിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമായ ഹുദൈദയിലും പിന്നെ തെക്കുള്ള നജറാൻ, ജിസാൻ, അസീർ തുടങ്ങിയ ഭാഗങ്ങളിലും സൗദി സൈന്യവും ഹൂത്തികളുമായിട്ട് കനത്ത യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ സൗദിക്ക് വലിയ നഷ്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഹൂത്തികളുടെ ആക്രമണത്തിൽ നജറാനിലെ ഒരു ഓയിൽ കമ്പനി പൂർണ്ണമായിട്ടും കത്തിയമർന്നിരിക്കുകയാണ്. വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. തന്നെയുമല്ല, നജറാൻ സൗദി അതിർത്തിയിൽ ഈ ഹൂത്തികളും സൗദി സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ സൗദി സൈന്യം 100 കണക്കിന് അവരുടെ സൈനിക ഉപകരണങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഭാഗങ്ങളെല്ലാം മരുഭൂമിയും പർവ്വത പ്രദേശങ്ങളുമൊക്കെയാണ്. അവിടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് സൗദി സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നത്. ഈ മുഴുവൻ സൈനിക ഉപകരണങ്ങളും ഹൂത്തികൾ പിടിച്ചെടുക്കുകയും അത് അവരുടെ കസ്റ്റഡിയിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, തുടർ ദിവസങ്ങളിലും അതിനു മുമ്പൊക്കെ ആയിട്ട് സൗദിയുടെ അനേകം ഡ്രോണുകളൊക്കെ ഈ ഹൂത്തികൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഈ ഡ്രോണുകളെല്ലാം വീണ് കത്തിയമരുന്ന അനേകം വീഡിയോകളുമുണ്ട്. അമേരിക്കയെ ചെങ്കടലിൽ നിന്ന് അടിച്ചൊടിക്കുകയും ഇസ്രായേലിനെ പോലുള്ള എന്തും പഠിക്കാത്ത ഒരു ഭീകര രാജ്യത്തെ ഭയമില്ലാതെ ആക്രമിക്കുകയും ചെയ്യുന്ന ഹൂത്തികൾക്ക് സൗദി ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർക്ക് ഇറാനിൽ നിന്ന് വലിയ സൈനിക സഹായമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഏറ്റുമുട്ടുന്നത് പോലെ തന്നെയാണ് ഹൂത്തികളുമായിട്ട് മറ്റു രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ നേരിടാൻ കഴിയുന്നത്. ഏറ്റവും പവർഫുള്ളായ ആയുധങ്ങൾ ഹൂത്തികൾക്ക് ഇറാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗദി അമേരിക്കയിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ആയുധങ്ങളും വെച്ച് ഇറാൻ്റെ ആയുധങ്ങളോട് ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ ഈ ഹൂത്തികൾ നിരന്തരമായി സൗദി ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് പാകിസ്ഥാനും തുർക്കിയും ഒക്കെ കയറി ചെന്ന് ഹൂത്തികളെ അടിച്ചോടിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇവരിപ്പോൾ 3 പേരും കൂടി ഒരു നാറ്റോ രൂപത്തിൽ ഇതിങ്ങനെ ഫോം ചെയ്യുമ്പോൾ അതിലേക്ക് പതുക്കെ ഖത്തറിനെയും കുവൈറ്റിനെയും അല്ലെ UAEയും ബഹ്റൈനെയൊക്കെ കൊണ്ട് ചാടിച്ച് ഇതൊരു വലിയ സംഘടനയാക്കി എടുക്കാനാണ് ഈ തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ പുതിയ അടവ്. അങ്ങനെ ഇവരുടെ നല്ല ഉമ്മാർക്ക് കാശടിക്കാൻ പറ്റും. അതിനുള്ള തന്ത്രമാണ്. അല്ലാതെ ഉമ്മാർക്കൊന്നും ആരെയും രക്ഷിക്കാൻ കഴിയും. സ്വന്തം രാജ്യം പോലും രക്ഷിക്കാൻ കഴിയാത്ത ഈ 2 രാജ്യങ്ങളാണ് മറ്റ് രാജ്യങ്ങളെ രക്ഷിക്കാൻ നടക്കുന്നത്. ഇതൊക്കെ തൽക്കാലം ഒരു കരാറൊക്കെ ഉണ്ടാക്കി കുറേ കാശ് അവരുടെ കടം മേടിക്കും, അല്ലെങ്കിൽ വെറുതെ മേടിക്കും, സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞു.
കാര്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ ഉടായ്പ ന്യായം പറഞ്ഞ് മാറുന്നാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇല്ലാത്ത ഇത്ര ഒരു സഖ്യം ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ദുർബലരായ കുറേ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ ഇതിനെ വിളിക്കാൻ കഴിയൂ. ഈ സംഘത്തിന് ഒരിക്കലും ഇറാനെയോ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും നേരിടാനുള്ള കരുത്തും ഒരു കാലത്തും ഉണ്ടാവുകയുമില്ല. യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയോട് പലതവണ തോറ്റ പാകിസ്ഥാന് ഈ കൂട്ടായ്മ കൊണ്ട് ഇത്തിരി ആത്മധൈര്യം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഈ ബലത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ പറ്റും. അതല്ലാതെ ഇതുകൊണ്ട് അറബ് രാജ്യങ്ങൾക്കൊന്നും യാതൊരുവിധ ഗുണവുമില്ല എന്നുള്ളതാണ് സത്യം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വളരാൻ ആഗ്രഹിക്കുന്ന സൗദി അവരുടെ ആ ഒരു കൊതി കൊണ്ടാണ് അമേരിക്കയുടെ പിന്നാലെ നിന്ന് അണുവായുധം ശേഖരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് കാശ് കൊടുക്കുക, പാകിസ്ഥാനും തുർക്കിയുമായി കൂടിക്കൊണ്ട് അവർക്ക് കാശ് കൊടുത്തുകൊണ്ട് അവരുടെ സംരക്ഷണം തേടുക. ഇങ്ങനെ ഒരു പരാക്രമം കാണിക്കുകയാണ്. അത് അവർക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. ഒന്നും ഇപ്പോൾ എണ്ണക്കച്ചവടം നടക്കുന്നില്ല. ഇതെല്ലാം ഇറാനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനെ പ്രതിരോധിക്കാനുള്ള ഈ സൗദി അറേബ്യയുടെ ഒരു തന്ത്രമായിട്ട് വേണം കാണാൻ. പക്ഷേ അതവർക്ക് ഫലം ചെയ്യില്ല. കാരണം ഇറാൻ അത്രയധികം ശക്തമാണ്. തന്നെയുമല്ല, ഇറാൻ്റെ പിന്നിലുള്ളത് റഷ്യയും ചൈനയും കൊറിയയുമൊക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ എതിരിട്ടുകൊണ്ട് സൗദി പോലത്തെ ഒരു രാജ്യത്തിന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. അതിനേക്കാൾ നല്ലത് ഇറാനുമായിട്ട് ഒരു സമവായം ഉണ്ടായിക്കൊണ്ട് അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, ഇറാനെ നേതൃസ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭാവി വളരെ ഭദ്രമായിരിക്കും. അതല്ലെങ്കിൽ വീണ്ടും മിഡിൽ ഈസ്റ്റ് ഇതുപോലെ തന്നെ യുദ്ധത്തിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഈ ചെറു രാജ്യങ്ങൾക്ക് ഇറാൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.